നമസ്കാരം. തലസ്ഥാന നഗരിയിലെ വിജയകരമായ സമരങ്ങൾക്ക് ശേഷം സംഘടനയുടെ അടിത്തറ കൂടുതൽ ശക്തമാക്കാനും തുടർ സമരങ്ങൾ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കാനും ലക്ഷ്യമിട്ട് കോക്രോച്ച് ജനതാ പാർട്ടി. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മീറ്റിംഗ് ആയിരുന്നു ഇന്ന്. അതിന്റെ കോർ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇനി എന്തായിരിക്കണം പാർട്ടിയുടെ ഭാവി എന്ന കാര്യത്തിൽ, അതിന്റെ ഭാവി നടപടികൾ എന്തായിരിക്കണം എന്ന കാര്യത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. എന്തായാലും അംഗത്വ വിതരണത്തിലൂടെയും വമ്പൻ ജനകീയ പ്രചരണങ്ങളിലൂടെയും സംഘടനാ സംവിധാനം കൂടുതൽ ദൃഢമാക്കാൻ തന്നെയാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. എന്തായാലും ഇതൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലേക്ക് മാറില്ല എന്നത് അവർ പറയുന്നുണ്ട്. എന്തായാലും ഇതിന്റെയൊക്കെ ഭാഗമായി പൊതുജനങ്ങളുടെ ശബ്ദമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇനി പ്രവർത്തിക്കുക. വരുന്ന സെപ്റ്റംബറിൽ ക്യാ ബോൽത്തി എന്ന പേരിൽ പ്രത്യേക പബ്ലിക് ക്യാമ്പയിൻ ആരംഭിക്കാൻ തീരുമാനമായിട്ടുണ്ട്. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഡൽഹിയിൽ യുവജനങ്ങൾ നടത്തിയ സമരവിജയം തങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ലെന്ന് വ്യക്തമാക്കുന്ന CJP നേതൃത്വം രാജ്യത്തെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ വലിയൊരു മാറ്റത്തിനാണ് തുടക്കമിടുന്നത്. ഛത്രപതി സംഭാജി നഗറിൽ അഭിജിത് ദീപ്കയുടെ വസതിയിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് ഭാവി പരിപാടികൾക്ക് രൂപം നൽകിയത്. നിലവിലുള്ള കൂട്ടായ്മയെ വിപുലീകരിച്ച് ശക്തമായ നേതൃനിരയെ ഉയർത്തിക്കൊണ്ടുവരാനും കമ്മിറ്റി തീരുമാനിച്ചു. സംഘടനാ സൗകര്യങ്ങൾക്കായി രാജ്യത്തെ 5 സോണുകളായി തിരിച്ചു ഉപസമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. അഭിജിത് ദീപ്കെ കൺവീനറായും സൗരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ കോ കൺവീനർമാരായും പ്രവർത്തിക്കും. രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ സമഗ്രമായ പരിഷ്കരണമാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും തൊഴിലില്ലായ്മയും യുവാക്കൾ നേരിടുന്ന വിവിധ വിഷയങ്ങളും ഏറ്റെടുത്ത് തെരുവിലിറങ്ങാൻ തന്നെയാണ് സംഘടനയുടെ തീരുമാനം. യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് CJP മുന്നോട്ട് വയ്ക്കുന്ന ഈ അജണ്ടയ്ക്ക് രാജ്യത്ത് എത്രത്തോളം ജനശ്രദ്ധ നേടാനാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രധാനമായും ഉറ്റുനോക്കുന്നത്. എന്തായാലും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട സമരം ഒരു 1.5 മാസത്തോളമാണ് രാജ്യ തലസ്ഥാനത്ത് തുടർന്നത്. ഈ സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ പ്രത്യേക ശ്രദ്ധയൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരത്തോടുകൂടി ഇതിന് വലിയ ജനപ്രീതി ലഭിക്കുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ദിവസം വലിയ രീതിയിലുള്ള കലാപ സമാനമായ സംഭവങ്ങളാണ് ജന്തർ മന്ദറിൽ അരങ്ങേറിയത്. അതിനുശേഷം CJP പ്രവർത്തകരുമായി കേന്ദ്രമന്ത്രിമാർ നടത്തിയ സംസാരത്തിന്റെയും ചർച്ചകളുടെയും ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും വിദ്യാർത്ഥികൾക്ക് നേരെ എടുത്തിട്ടുള്ള FIR അടക്കമുള്ള കാര്യങ്ങളിൽ നീക്കുപോക്ക് ഉണ്ടാകണം, അല്ലെങ്കിൽ FIR മാറ്റണം എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. അവയൊക്കെ സംബന്ധിച്ചുകൊണ്ട് എന്ന് മാത്രമല്ല, ഇനിയൊരു ചോദ്യപേപ്പർ ചോർച്ച കൂടി ഉണ്ടാകാത്ത വിധം പഴുതടച്ചുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുമെന്നും CJPക്ക് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. ആ ഘട്ടത്തിലായിരുന്നു CJP അവരുടെ സമരം അവസാനിപ്പിച്ചത്. എന്തായാലും ഇന്ത്യയിലെ തൊഴിലില്ലായ്മ, രാഷ്ട്രീയ അസ്ഥിരത, ഭരണകൂടത്തുള്ള വിയോജിപ്പ് എന്നിവയ്ക്കെതിരെ ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ കോക്രോച്ച് ജനതാ പാർട്ടി നമ്മൾ കണ്ട് ശീലിച്ച പോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തന സംഘടനയായി നിലനിൽക്കില്ല. പകരം ഇന്ത്യ മുഴുവനായും യുവജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു കൂട്ടായ്മയായി നിലനിൽക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.